അർജുന്റെ ജീവൻ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു മലയാളി സുപ്രീം കോടതിയിൽ സമീപിച്ചിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇടപെടൽ, അർജുനെ രക്ഷിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നാണ് ആവശ്യം. വിവരങ്ങളുമായി ഇപ്പോൾ സിബി സി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേർന്നു. സിബി, എങ്ങനെയാണ് വലിയ തരത്തിലുള്ള അലംഭാവം കർണാടകയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ കോടതി ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് മലയാളിയായ സുഭാഷ് ചന്ദ്രൻ സുപ്രീം കോടതിയിലേക്ക് വന്നിരിക്കുകയാണ്? എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? സിജു, ഷിരൂരിലെ മണ്ണിടിച്ചിൽ ഇപ്പോൾ 6 ദിവസമായി ഇത്തരത്തിൽ അർജുനൻ കുടുങ്ങിയെടുക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ മലയാളിയായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. അതായത് ഉടൻ തന്നെ ഈ കാര്യത്തിൽ സുപ്രീം കോടതി നിർദ്ദേശം നൽകണം. സുപ്രീം കോടതി ഇതിൽ ഇടപെട്ടുകൊണ്ട് ഒരു നിർദ്ദേശം നൽകുകയും ആംഡ് ഫോഴ്സിനടക്കമല്ലാതെയും ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ രക്ഷാപ്രവർത്തനം മാറ്റണം എന്നുള്ളൊരു ആവശ്യമാണ് ഹർജിയിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞായറാഴ്ച സുപ്രീം കോടതി അവധിയാണ്. എങ്കിൽ പോലും ഇതിൽ വെക്കേഷൻ കോർട്ട് തന്നെ ഇതിന്റെ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ അടിയന്തരമായി ഈ ഒരു ഹർജി പരിഗണിക്കണമെന്ന ആവശ്യം കൂടി ഉന്നയിക്കുന്നു. അനുച്ഛേദം 32 അനുസരിച്ചാണ് ഹർജി നൽകിയിരിക്കുന്നത്. അതായത് അനുച്ഛേദം 32 എന്ന് പറയുമ്പോൾ ഏറ്റവും അടിയന്തരമായ ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു പൗരന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അടിയന്തരമായി സുപ്രീം കോടതിക്ക് ഇടപെട്ടുകൊണ്ട് ഒരു നിർദ്ദേശം ഇടാം. അങ്ങനെ അനുച്ഛേദം 32 ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മുൻപാകെ ആണ് ഈ ഒരു ഹർജി എത്തേണ്ടെങ്കിലും അദ്ദേഹം ഇന്നിപ്പോൾ ദില്ലിക്ക് പുറത്തായതിനാൽ സുപ്രീം കോടതിയിൽ രണ്ടാമത്തെ ഒരു ജഡ്ജ് എന്ന നിലയിൽ സഞ്ജീവ് ഖന്നയുടെ ഒരു മുന്നിൽ ഈ ഒരു ഹർജി എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അടിയന്തരമായ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടും ആംഡ് ഫോഴ്സ് അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു രക്ഷാപ്രവർത്തനം ഏറ്റവും ത്വരിതഗതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതിക്ക് മുൻപാകെ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ അല്പസമയം മുമ്പ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ രജിസ്ട്രാറിന് മുമ്പിൽ ഈ ഒരു ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ അവധി ആയതിനാൽ ഇന്ന് അടിയന്തരമായി ഇടപെടാൻ വേണ്ടി ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിലേക്ക് ഈ അദ്ദേഹത്തിന്റെ വസതിയിൽ നേരിട്ടെത്തി ഈ ഒരു കാര്യം ധരിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിജു, സുഭാഷ് ചന്ദ്രൻ ഇപ്പോൾ സുപ്രീം കോടതിയിലാണ്. ഈ സമാനമായ സാഹചര്യങ്ങളിൽ നേരത്തെ സുപ്രീം കോടതി ഇങ്ങനെ അടിയന്തര സാഹചര്യങ്ങൾ രാത്രി സിറ്റിംഗ് നടത്തിയ സാഹചര്യങ്ങൾ വരെ നമ്മുടെ മുൻപിൽ ഓർമ്മയുണ്ട്. ഇപ്പോൾ ഈ സിബി സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ അടിയന്തര സാഹചര്യങ്ങൾ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് വീഴ്ച പറ്റുമ്പോൾ കൃത്യമായി ഇടപെടൽ നടത്താൻ സുപ്രീം കോടതിക്ക് നിർദ്ദേശിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇപ്പോൾ സുഭാഷ് ചന്ദ്രൻ കോടതിയെ സമീപിക്കുകയും ചെയ്തിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും സിജു, ഇതിൽ അനുച്ഛേദം 32 അനുസരിച്ചാണ് ഈ ഹർജി എന്നുള്ളതാണ് അപ്പോൾ അഭിഭാഷകൻ പറയുന്നത്. കാരണം ഈ അനുച്ഛേദം 32 എന്ന് പറയുമ്പോൾ ഇത്തരത്തിലൊരു ദുരന്ത സമയത്തോ ഏതെങ്കിലും ഒരു സമയത്ത് ഇത്തരത്തിൽ ഒരു പൗരനെ രക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അടിയന്തരമായി സുപ്രീം കോടതിക്ക് ഇടപെടാം. ആ ഒരു നിയമസാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ മലയാളി കൂടിയായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ സുപ്രീം കോടതിയെ സമീപിക്കുകയും കഴിഞ്ഞ 6 ദിവസമായി അർജുൻ ഇത്തരത്തിൽ ഈ ഷിരൂരിലെ ഈ മണ്ണിനടിയിൽ കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനും വേണ്ടി എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തണം. പ്രത്യേകിച്ച് ആംഡ് ഫോഴ്സിനടക്കം എല്ലാ സായുധ സേനയെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32 അനുസരിച്ചാണ് ഇത്തരത്തിലൊരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ഇന്ന് തന്നെ ഈ ഹർജി അടിയന്തരമായി പരിഗണിക്കുന്ന ആവശ്യം കൂടി ഇതിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ വസതിയിൽ നേരിട്ടെത്തി ഈ ഒരു ഹർജി ാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അർജുനെ രക്ഷിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജിയുമായി മലയാളിയായ അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ എത്തിയിരിക്കുന്നു. ആർട്ടിക്കിൾ 32 ഖണ്ഡിക പ്രകാരം ഉള്ള ഇടപെടൽ ആണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ സുഭാഷ് ചന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് തന്നെ ഹർജി പരിഗണിക്കണമെന്നതാണ് ആവശ്യം. സമാനമായ അടിയന്തര ഘട്ടങ്ങളിൽ ഇടപെട്ട സാഹചര്യം രാജ്യത്ത് ഓർമ്മയുണ്ട്.